നമസ്കാരം സാർ. ഇത് കാസർഗോഡ് എടനീർ പാലം, അപ്പുറത്തെ മഠം, അപ്പുറത്തെ അമ്പലം. ഇത് പാലത്തിൻ്റെ ഇക്കലയിലത്തെ കഥ പറയുന്നത്, പാലത്തിൻ്റെ മുകളിലെല്ലാം കഥ പറയുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കിക്കോളൂ. ഇത് മഴക്കാലത്ത് കുറേ ആൾക്കാർ പോകണം, വെള്ളം ഫുള്ളായിട്ടാകുമ്പോൾ അറിയുന്നില്ല. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അത്ര വലിങ്ങനെ കാണില്ല നോക്കുമ്പോൾ. ഇതിൻ്റെ അടിയിൽ, പാലത്തിൻ്റെ അടിയിൽ എല്ലാം പൊട്ടിയിട്ട് ഏകദേശം കമ്പി കാണുന്നുണ്ട്. ഏത് പാലത്തിൻ്റെ അടിയിൽ കമ്പി കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വണ്ടി കുലുങ്ങുന്ന എന്തൊക്കെ, പിന്നെ വണ്ടി പോകുമ്പോൾ ഈ കുയ്യ് ഉണ്ടാകുമ്പോൾ ഇവിടെ ആരൊക്കെ നിന്നിട്ട് നോക്കണം. ഓഫീസർമാർ കുലുങ്ങുന്നുണ്ട്. കളി പറയുന്നൊന്നുമല്ല ഓഫീസർമാരെ, കാരണം നിങ്ങളോട് നമുക്ക് സഹതാപമുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കൂട്ടാക്കുന്നില്ല. വണ്ടിക്ക് പോയിടാൻ പറ്റുന്നില്ല. അവിടെ കുറേ നേരം സ്റ്റോപ്പ് ആക്കേണ്ടി വരുന്നത്, കാരണം സ്ലോ ആയിട്ട് പോകുന്നതാ. വാലേക്കും സലാം. അത് ആ സൈഡ് നോക്കറതാ. ഇപ്പോൾ ഇവിടുന്ന് എടനീരിന്, പിന്നെ എടനീർ ടൗണ് തായല ബജാറിന് മുതൽ മീത്തല ബജാർ വരെ എക്സ്മാർ സ്കൂളിൻ്റെ അടുത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനത്തെ, പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഈ റൂട്ടിൽ നിങ്ങൾ ചെറുക്കലത്ത് നിങ്ങൾ ഒരു ഓഫീസർമാർ വരാം, ഒരു ഓഫീസർമാർ വരണം. എന്നിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എഞ്ചിനീയർമാർ വന്നിട്ട് ആരെങ്കിലും അയച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിന്നിട്ട് പണിയെടുപ്പിക്കണം സാറേ. ഈ പണി ഇല്ലാൻ ശരിയാവില്ല. ഓക്കെ, ഇപ്പൊ പർളത്തിന് ചെറുക്കളം വരെയുള്ള ബുദ്ധിമുട്ടല്ലേ ഇത് പറയുന്നുള്ളത്, പറഞ്ഞ മനസ്സിലായോ? ഇതിന്റെ പാലത്തിന്റെ അടി പയ്യെ കാണിക്കാം. ഓക്കെ സാർ, ഇത് പാലത്തിന്റെ അടിയിലത്തെ പ്രശ്നങ്ങളാണ് പറയുന്നുള്ളത്. നോക്കിക്കോളി. ഞമ്മയിപ്പോൾ ആരും പറയുന്നതല്ല, 35 കൊല്ലം കഴിഞ്ഞ് തോന്നുന്നു. എന്നാലും ഈ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഈ കമ്പി കാണുമ്പോൾ അപ്പം തന്നെ അതിലേക്ക് റിപ്പയറിങ്, ആ സിമെന്റ് അടിക്കുന്ന ഒരു ഇതില്ലേ, ആ സിമെന്റ് അടിച്ചിട്ട് കയറ്റിയെങ്കിൽ, അതിനെ ഫിനിഷ് ആക്കിയെങ്കിൽ, അതിന്റെ പണിയെടുത്തെങ്കിൽ, പിന്നെ ഇത് ഡബിൾ ആവാനില്ലല്ലോ. ഇവിടെ നിന്ന് ആ സിമെന്റ് ഇരുമ്പ് കാണുന്നതിന് അതിനുള്ള സംവിധാനം ചെയ്തെങ്കിൽ അവിടെ എല്ലാം പൊട്ടിയിട്ടുണ്ട്. കുറേ എല്ലാം പൊട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഞമ്മ 100 രൂപയിൽ പണി തീരുന്നത് പയ്യ 1000 രൂപയിൽ തീരുന്നതാണ്. അത് തന്നെ ഇപ്പോൾ 1 ലക്ഷം രൂപയിൽ തീരുന്ന പണി 10 ലക്ഷം രൂപ അങ്ങ് തീരില്ല പയ്യ. അപ്പൊ അധികാരികൾക്ക് അങ്ങ് തുറപ്പിക്കുന്ന എന്റെ പണി. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ പറഞ്ഞാല്, ഓർക്ക് ഫണ്ടില്ല, ഇവിടെ ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് വരുന്നില്ല. അപ്പൊ അധികാരികൾ, എല്ലാ വലിയ അധികാരികൾ കാണുമ്പോൾ പിന്നെ ഈ ഫണ്ട് പാസ്സാക്കുമല്ലോ. ഇത് അതിനെ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ആവാൻ. എനിക്ക് യൂട്യൂബിൽ പൈസ വരലൊന്നുമില്ല, നമുക്ക് യൂട്യൂബിലൊന്നും ഞമ്മ തന്നിട്ടില്ല പൈസ. അപ്പൊ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അധികാരികളെ കാണിച്ചിട്ടാ. നോക്കോളിതാ മുകളില് സൈഡ് ഈ സൈഡ് അങ്ങോട്ട് കാണുന്നതാ. ഈ സൈഡിലതാ കരയെല്ലാം പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം സാറേ. ഞാനിപ്പോൾ വെള്ളത്തിലുള്ള സാറേതാ. ഏകദേശം നോക്കിയാൽ ആ ബീമ്പ് ഡീറ്റെയിലെല്ലാം നോക്കണം, എത്ര സൈഡിലുള്ളത് ശ്രദ്ധിക്കുന്നില്ല ആരും. അപ്പൊ പയ്യെ പൊളിച്ചിട്ട് ഒരു സാധനം ഇങ്ങനെ പൊളിച്ച് പോകും. ആ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിന്റെ പണി ശരിയാക്കി തരണം സാറേ. ഓക്കെ, നിങ്ങൾ പാലത്തിന്റെ മുകളിൽ കയറി നിന്ന് നോക്കണം. നിങ്ങൾ വണ്ടി പോകുമ്പോൾ താഴേക്ക് ഇനി നോക്കണം. നിങ്ങൾ വേറെ വണ്ടി വരുമ്പോൾ വേറെ കുണ്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങി നിന്ന് ഞമ്മ കള് പറയുന്നത്. ഓക്കെ, കാസർഗോഡ് നിന്ന് ഇരട്ടി മുഹമ്മദ് സാർ.